ഡിഫറെൻറ്റ് ടൈപ്പ് സാലഡ് ഡ്രസ്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് പനീർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മിൻറ്റ് ലീഫും 1/2 ടീസ്പൂൺ ഹണിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്കും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പനീർ മിൻറ്റ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു എരിവുള്ള ടൈപ്പ് ഡ്രസ്സിങ് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് പനീർ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളകും 2 അല്ലി വെളുത്തുള്ളിയും 1/2 മുറി നാരങ്ങയും പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. എരിവുള്ള സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റാപ്പിലും അതുപോലെ ഡിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീൻ സാലഡ് ഡ്രസ്സിംഗ് ആണ് അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 1/4 കപ്പ് പനീർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും 1/2 മുറി നാരങ്ങ നീരും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഗ്രീൻ സാലഡ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട കൊണ്ടുള്ള ഡ്രസ്സിംഗ് ആണ് ചെയ്യുന്നത്. 2 പുഴുങ്ങിയ മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 2 വറ്റൽമുളകും 1/4 കപ്പ് തൈരും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഡിപ്പായിട്ടും അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ റാപ്പിൽ സോസ് പോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊരു എരിവുള്ള ടൈപ്പ് ഡ്രസ്സിംഗ് ആണ്. മുട്ടയ്ക്ക് പകരം വെള്ളക്കടല വേവിച്ചിട്ടും ഇതുപോലെ നമുക്ക് സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടാണ് ഇനി ഡ്രസ്സിംഗ് ചെയ്യുന്നത്. ഇതിനായിട്ട് 3 പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 100 ഗ്രാം യോഗർട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ 8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടുള്ള ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മക്കാന കൊണ്ടുള്ള സാലഡ് ഡ്രസ്സിംഗ് ആണ് ചെയ്യുന്നത്. 1/2 കപ്പ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 10 ബദാമും 1/2 ടീസ്പൂൺ പംകിൻ സീഡുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. 1 ഗ്ലാസ് ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോക്കായിട്ട് കിട്ടും. അരമണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മക്കാന കൊണ്ടുള്ളൊരു ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. എരിവുള്ള ടൈപ്പ് ഡ്രസ്സിങ് ആണിത്. നമുക്ക് ചിക്കൻ സാലഡിലും വെജിറ്റബിൾ സാലഡിലൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് മധുരമുള്ള ടൈപ്പ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് മക്കാന ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ്റ്റ് ചെയ്ത മക്കാനയാണ് ഞാൻ ഈ ഡ്രസ്സിങ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും 1/2 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു മധുരമുള്ള ടൈപ്പ് ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൂട്ട് സാലഡിനൊക്കെ ഉപയോഗിക്കാം. അതുപോലെ വെജിറ്റബിൾ സാലഡിനും ഡിപ്പായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സാലഡിൽ ഡ്രസ്സിങ് ആയിട്ട് സിമ്പിളായിട്ട് ചേർക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് ഓറഞ്ച് ജ്യൂസാണ്. ഇത് നമുക്ക് വെജിറ്റബിൾ സാലഡിലും എല്ലാ സാലഡിലും യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒന്നാണ് യോഗർട്ടിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും സാൾട്ടും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ ഒലിവ് ഓയിലും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഡ്രസ്സിങ്ങുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ.